ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരോട്ടേക്ക് ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ജാനകി വാസുവിനെ വിചാരിച്ച് ഇരുന്ന് കരയാണ്. അപ്പോൾ ആരതി അടുത്ത് തന്നെ ഇരുന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്. അമ്മ കരയല്ല അമ്മേ, അമ്മയുടെ അവസ്ഥ വഷളാവും. അയ്യോ അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എങ്ങനെയാടി കരയാതിരിക്കുന്നേ? നിൻ്റെ അമ്മാവനും മുത്തശ്ശനും ചേർന്ന് നിൻ്റെ അച്ഛനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? അദ്ദേഹം എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്നൊന്നും അറിയില്ലല്ലോടി. എന്തിനാ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരതി വീണ്ടും പറയാണ്. അപ്പോഴേക്കും മേഘ അങ്ങോട്ടേക്ക് വന്നു. അമ്മായി, ഇപ്പം എന്ത് നടന്നു എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ എന്താ നടക്കേണ്ടത് മേഘ? വീട്ടിലെ മരുമകനാണെന്ന് പോലും നോക്കാതെ നിന്റെ അമ്മാവനെ ഈ വീട്ടിലെ എല്ലാവരും ചേർന്ന് കുറ്റം ചുമത്തി ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ലേ? ഇങ്ങനെ അപമാനിച്ചതിന് ശേഷവും ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണോ? അദ്ദേഹം ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാ നിൽക്കുന്നതെന്ന് പറ. ഞാൻ എവിടെയെങ്കിലും പോവാ. അപ്പോൾ ആരതി പറയാണ്, അമ്മേ. അപ്പോൾ മേഘ, അമ്മായി എങ്ങോട്ടും പോകണ്ട. അമ്മായിയുടെ കൂടെ ഞാനുണ്ട്, അതുപോലെ 85 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്താലേ നിൻ്റെ അമ്മാവനെ ഈ വീട്ടിലേക്ക് കയറ്റൂ എന്ന് നിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? മുത്തശ്ശനും അത് തന്നെ പറഞ്ഞു. അത്രയും പണത്തിന് ഞങ്ങൾ എവിടെ പോവും? ഇപ്പം എന്താ, അമ്മാവനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, അത്രയല്ലേ ഉള്ളൂ. അത് നടക്കുമോ മേഘ? മേഘ ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, ഉറപ്പായിട്ടും നടക്കും അമ്മായി. മേഘ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മാവനെ ഈ വീട്ടിലേക്ക് വീണ്ടും എങ്ങനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. അതോർത്ത് ഒരിക്കലും അമ്മായി വിഷമിക്കുകയും വേണ്ട. അമ്മായി ധൈര്യമായിട്ടിരിക്കെ. അമ്മായി കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം പറയാണ്, നിനക്കതിന് കഴിയോ മേഘ? കഴിയോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കണ്ടോളൂ അമ്മായി. അത്രയും പറഞ്ഞ് മേഘ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. പിന്നെ ജ്യോതി കതക് തുറക്കുകയാണ്. ആരായിരിക്കും ഈ സമയത്ത്? കതക് തുറന്ന് നോക്കിയപ്പോൾ വാസുവിനെയാണ് കാണുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, വാസു നിങ്ങളോ? അകത്തേക്ക് വരൂ. വാസുവിനോട് ജ്യോതി ചോദിക്കുകയാണ്, എന്ത് പറ്റി? എല്ലാം അവസാനിച്ചു ജ്യോതി, എന്നെ ആ മഹീന്ദ്രൻ വീട്ടിൽ നിന്നും പുറത്താക്കി. അപ്പോൾ എന്തായി പറയുന്നേ? അതേ ജ്യോതി, ഞാനാണ് ആ പണം മോഷ്ടിച്ചത് എന്ന് അയാൾ തെളിവുകളോടെ കണ്ടുപിടിച്ചിരിക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒന്നുകിൽ പണമായിട്ട് വാ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ജ്യോതി. ഇത് വല്ലാതായി. അപ്പോൾ വാസു വീണ്ടും പറയാണ്, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നോക്ക്, എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ച് വീണ്ടും പോകണമെങ്കിൽ 85 ലക്ഷം രൂപയുമായിട്ടേ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ എന്നെ ആ വീട്ടിലേക്ക് അവർ ഒരിക്കലും കയറ്റില്ല. ആ പണം നീയാണ് എനിക്കിപ്പോൾ തിരിച്ചു തരേണ്ടത്. അപ്പോഴേ എനിക്ക് ആ വീട്ടിലേക്ക് തിരികെ കയറാൻ പറ്റുമോ? എന്താ തമാശ പറയുകയാണോ? ആ പണം കൊടുത്തല്ലേ സ്ഥലം വാങ്ങിയത്. ആ സ്ഥലമൊന്നും ഉടനെ വിൽക്കാൻ പറ്റില്ല. കുറച്ച് നാൾ ആ പ്രശ്നം അങ്ങനെ തന്നെ പോട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങളുടെ അളിയൻ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചോളും. വിളിക്കുമെന്നത് ശരി തന്നെ, പക്ഷേ ഒരു കള്ളൻ എന്ന പേരിൽ ഞാൻ ആ വീട്ടിൽ കഴിയണോ? പറയ്. അതെനിക്ക് മാനക്കേടല്ലേ ജ്യോതി? മഹീന്ദ്രൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയാണ് ഞാൻ ആ പണം എടുത്തത്. സ്വന്തം മക്കളുടെ മുമ്പിൽ കള്ളൻ എന്ന പേരിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. വലിയ അപമാനം മറ്റൊന്നും തന്നെ ഈ ലോകത്തില്ല. നോക്ക്, ദയവ് ചെയ്ത് ആ സ്ഥലം വിറ്റ് 85 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തന്നേക്ക്. നോക്ക്, ആ സ്ഥലം എൻ്റെ പേരിലല്ല, എൻ്റെ അനിയൻ്റെ പേരിലാണ് ഉള്ളത്. എൻ്റെ അനിയനോട് പോയി ചോദിച്ചാൽ എന്താ, പിന്നെ അത്ര തന്നെ. ജ്യോതി, നീ എന്തായി പറയുന്നേ? വാസു ഇരുന്നിടത്തുനിന്ന് എണീച്ച് ചോദിക്കാം. ശരി, ഞാൻ പറയുന്നത് പോലെ ചെയ്യും. കുറച്ച് ദിവസം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ദേഷ്യം മുഴുവൻ മാറുമ്പോൾ നിങ്ങളുടെ അളിയൻ നിങ്ങളെ വിളിക്കും. അപ്പം പോകാം. എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ആ പണം ഇപ്പം തന്നെ തിരിച്ചു തന്നേക്ക്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ എന്താ പണം പോക്കറ്റിൽ വെച്ച് നടക്കുകയാണോ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ എടുത്തങ്ങ് തരാൻ? പണമൊന്നും തരാൻ പറ്റില്ല. വീട്ടിൽ വെറുതെ ഇരിക്കാനാണെങ്കിൽ ഇരുന്നോളൂ, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളൂ. ജ്യോതി, ഇത്രയും വർഷത്തിനിടയിൽ എൻ്റെ അളിയൻ്റെ കമ്പനിയിൽ നിന്ന് എത്ര പണം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്? ജ്യോതി പുച്ഛത്തോടെ എന്ന് പറയാം. അപ്പോൾ വാസു വീണ്ടും പറയാണ്, അതൊക്കെ നീ എന്താ ചെയ്തത്? ജ്യോതി കൈമലർത്തി. എല്ലാം ചിലവായിപ്പോയി. എന്തിനാടി അധികം പറയുന്നത്? നിന്നെ വിശ്വസിച്ച കുറ്റത്തിന് ഞാനിതെല്ലാം അനുഭവിക്കണം. നോക്ക്, നിന്റെ സഹോദരനോട് പറഞ്ഞ് ആ സ്ഥലം വിറ്റ് എനിക്ക് പൈസ തരാനുള്ള വഴി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക. നാളെ ഞാൻ ഇവിടെ വരും. നീ പണം തയ്യാറാക്കി വെക്ക്. എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പുച്ഛത്തോടെ പോവാണ് വാസു. അപ്പോൾ അവൾ പിറകിൽ നിന്ന് വിളിക്കുകയാണ് ജ്യോതി. നോക്ക്, അതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പുറത്തേക്ക് ഇറങ്ങി കതകടച്ചിട്ട് വാസു ഛേ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ജാനകി ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്.
ഭഗവാനെ, ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തിൻ്റെ മേൽ പഴിചാരി അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചു. എന്തിനാ അദ്ദേഹത്തെ പറഞ്ഞയച്ചത് എന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവില്ലാത്ത വീട്ടിൽ എനിക്ക് താമസിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല. എന്നെ ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വപ്നത്തിൽ ആക്കിയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭർത്താവ് ആ പണം എടുത്തിട്ടില്ലെന്ന് എൻ്റെ ചേട്ടന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ജാനകി പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് ബാക്കിൽ നിന്നും വാസു വിളിക്കുന്നത്. ജാനകി. അപ്പം തന്നെ ജാനകി തിരിഞ്ഞു നോക്കി. വാസുവിൻ്റെ വിളി കേട്ട് ജാനകിക്ക് എന്താണെന്നില്ല സന്തോഷം തോന്നി. ജാനകി വണ്ടിയുമായി തിരിച്ചു വരികയാണ്. ജാനകി വാസുവിനോട് ചോദിക്കുകയാണ്, ഏട്ടന് സുഖമാണോ? ഏട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. എനിക്ക് സുഖമാണോ? എന്തിനാ ജീവിക്കുന്നതെന്ന് അറിയാതെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഏട്ടൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനും ഏട്ടൻ്റെ കൂടെ വരേണ്ടതായിരുന്നു. പക്ഷേ ഭഗവാൻ എനിക്ക് അതിനുള്ള ഭാഗ്യവും തന്നില്ല. ജാനകി, ഞാൻ തെറ്റ് ചെയ്തെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഏട്ടാ, ഈ ഭഗവാനാണ് സത്യത്തിൽ. ഞാനങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. ഏട്ടനെക്കുറിച്ച് എനിക്കറിയില്ലേ? വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ ഏട്ടനെക്കുറിച്ച് ആരും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ചേട്ടൻ എന്തിനാ ഏട്ടൻ്റെ മേൽ ഇങ്ങനെ പഴിചാരുന്നതെന്ന് എനിക്കറിയേയില്ല. വാസു ഇതൊക്കെ പറയുന്നത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം ജാനകി ചോദിക്കുകയാണ്, എന്താ ഏട്ടൻ വല്ലാതിരിക്കുന്നേ? ഏട്ടൻ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഏട്ടൻ ആ പണം എടുത്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ പണം ഏട്ടൻ എടുത്തിട്ടില്ല എന്ന് എങ്ങനെയെങ്കിലും തെളിയിക്കാൻ നോക്ക്. അത് തെളിയിച്ചാൽ മാത്രമേ ആ വീട്ടിൽ എനിക്ക് തല ഉയർത്തി ജീവിക്കാൻ പറ്റൂ. ഉറപ്പായും ജാനകി, ഞാനത് തെളിയിക്കാം. വാസു പിന്നെ തിരിഞ്ഞു നിന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ജാനകി, നീ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ അല്പം പോലും അർഹതയില്ലാത്തവനാണ് ഞാൻ. എന്നോട് നീ ക്ഷമിക്കണം ജാനകി. പിന്നെ ജാനകി, ഇതാ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന പ്രസാദം ഏട്ടനെ തൊട്ട് കൊടുക്കുകയാണ്. സന്തോഷത്തോടു കൂടി പ്രസാദമൊക്കെ ഏട്ടനെ തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ ഏട്ടനെ ഇത്രയും അപമാനിച്ച എൻ്റെ ഏട്ടനെ ഞാൻ വെറുതെ വിടില്ല ഒരിക്കലും. അദ്ദേഹം എനിക്ക് ഉത്തരം തന്നേ മതിയാവും. ചെലവിനുള്ള പണം എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉടൻ തന്നെ ജാനകി കയ്യിലിരിക്കുന്ന കയ്യിലുള്ള 2 വളയും ഊരിയിട്ട് ഏട്ടന് കൊടുക്കുകയാണ്. ഇതാ ഇതെടുത്തോളൂ. വാങ്ങിക്കന്നേ എന്ന് പറഞ്ഞ് ഏട്ടൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു 2 വളയും. ഏട്ടൻ വിഷമിക്കാതിരിക്കെ, ഉറപ്പായും ചേട്ടൻ മനസ്സിലാക്കും ഒരു ദിവസം. അന്ന് ഏട്ടനെ അന്വേഷിച്ചു വന്ന് ഉറപ്പായും ചേട്ടൻ ഏട്ടനോട് മാപ്പും ചോദിക്കും. അധികം വൈകാതെ തന്നെ ആ ദിവസം വരും. ശരി ജാനകി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഇനിയൊരു ദിവസം വന്ന് നിന്നെ കണ്ടോളാം. കേട്ടപ്പോൾ ജാനകിക്ക് സങ്കടമായി, വിഷമത്തോടെ കരയാണ്. അപ്പോൾ വാസു പറയാണ്, ജാനകി, ശരീരമൊക്കെ ശ്രദ്ധിക്കണേ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ജാനകി കരഞ്ഞുകൊണ്ടും പിന്നെ വണ്ടി ഉരുട്ടി മുമ്പോട്ടേക്ക് പോവുകയാണ്. വാസു അവിടെ നിന്നിട്ട് ജാനകി പോകുന്നത് തന്നെ വിഷമത്തോടെ നോക്കുകയാണ്. പോക്കറ്റിൽ നിന്നും വളയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വാസു ചിന്തിക്കുകയാണ്, ജാനകി മോളെ, നീ എന്നിൽ എത്രമാത്രം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ നിന്നെ എത്രമാത്രം വേദനിപ്പിച്ചോ? ആ ദ്രോഹത്തിനുള്ള ശിക്ഷയായി ജ്യോതി എന്നെ ചതിച്ചു. മാപ്പ്. എങ്ങനെയെങ്കിലും ആ പണം ജ്യോതിയിൽ നിന്നും ഞാൻ തിരിച്ചു വാങ്ങും. നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടാൻ ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്യണം. പിന്നെ മഹേന്ദ്രൻ സാറ് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് പുറത്തിരിക്കുകയാണ്. അപ്പോൾ ആരതി അവിടെ തന്നെയുണ്ട് ഫോണും കൊണ്ട്. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുകയാണ്, ആരതി, എന്താ ആൻറ്റി, നിനക്ക് കോഫി എടുത്തുകൊണ്ട് വരട്ടെ? വേണ്ട ആൻറ്റി. ഇതാ കോഫി. ജാനകി അവരുടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഓരോ കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. വാസു ചെയ്ത കാര്യങ്ങളൊക്കെ, കുളിച്ചു കഴിഞ്ഞാൽ തല ഉയർത്തി കൊടുക്കുന്നതും മറ്റും ഒക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് തനിയെ കരയാണ്. 100% ആ പണം എടുത്തത് വാസുദേവനാണ്. ഞങ്ങൾക്കറിയേണ്ടത് നിൻ്റെ ഭർത്താവ് ആ പണം എവിടെ കൊണ്ടുവച്ചു എന്നാണ്. ഇതൊക്കെ ജാനകി ഓർക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ മുത്തശ്ശനും പറയാണ്, വാസുദേവൻ തന്നെയാണ് ഈ പണം എടുത്തിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല. ആ പണം ഉടൻ തന്നെ കമ്പനിയിലേക്ക് തിരിച്ചടക്കാൻ പറയും. ജാനകി മോളെ, കേട്ടില്ലേ? നിന്റെ ചേട്ടനും അച്ഛനും എന്നെ കള്ളൻ എന്ന് പറയുന്നു. നീ അത് കേട്ടിരിക്കുകയാണോ? വാസു കരഞ്ഞു പറയുന്ന ആ രംഗമാണ് ഓർത്തത്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, മര്യാദയ്ക്ക് നിങ്ങൾ എടുത്ത പണം കമ്പനി അക്കൗണ്ടിൽ തിരിച്ചടച്ചിട്ട് അതിനുശേഷം മാത്രം വീട്ടിലേക്ക് വന്നാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വീട് വിട്ട് പുറത്തു പോ. അപ്പോൾ വാസു പറയാണ്, എന്നെ അപമാനിച്ച ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. പോവല്ലേ ഞാൻ പോവുക, ഞാനിവിടെ നിൽക്കില്ല. സിദ്ധു വിളിക്കുകയാണ്, ആരതിയും അച്ഛ എന്ന് വിളിക്കുകയാണ്. ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല, ഞാൻ പോവുക.
ചിലവിനുള്ള പണമൊക്കെ ഉണ്ടോ ഏട്ടാ? അങ്ങനെ 2 വള കഴിച്ച് കൊടുക്കുകയാണ് ജാനകി. ശരി ജാനകി, ഇതൊക്കെ ജാനകി അവിടെ ഇരുന്ന് ഓർക്കുകയാണ്. ശരി ജാനകി, നീ വീട്ടിലേക്ക് പോയിക്കോ. ഇനിയൊരു ദിവസം വന്ന് ഞാൻ നിന്നെ കണ്ടോളാം. ജാനകി പിന്നെ അങ്ങനെ ഓരോന്നും ഓർത്തോർത്ത് വീൽചെയർ ഉരുട്ടി കൊണ്ടുപോവുകയാണ്. സ്റ്റെയർ കേസിന് താഴെ വീഴാൻ എന്നുള്ള നിലയിൽ തന്നെ പോവുകയാണ്. അതേപോലെ തന്നെ സ്റ്റെയർ കേസിന് താഴെ ജാനകി വീണു. അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് താഴേക്ക് എത്തുമ്പോഴാണ് ആരതി അത് ശ്രദ്ധിച്ചത്. അയ്യോ അമ്മേ അമ്മേ എന്ന് വിളിച്ച് ആരതി ഓടിപ്പോവുകയാണ്. ലക്ഷ്മിയും അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഏട്ടാ, ജാനകി താഴെ വീണെന്നാണ് തോന്നുന്നത്. ഇങ്ങ് വന്നേ ഏട്ടാ. ജാനകി ജാനകി. അപ്പോൾ ആരതി വിളിക്കുകയാണ്. അമ്മേ അമ്മേ കണ്ണുറക്കമ്മേ, അമ്മേ എന്ത് പറ്റി അമ്മേ, കണ്ണുറക്കമ്മേ. ജാനകി എഴുന്നേൽക്ക് ജാനകി. ഇങ്ങോട്ട് വന്നേ, നോക്ക് ജാനകി, എന്താ പറ്റിയ ജാനകി. അമ്മേ കണ്ണു തുറക്കമ്മേ. ജാനകി കണ്ണു തുറക്ക് ജാനകി. ആരതി നീ പോയി വെള്ളം എടുത്ത് വന്നേ. ജാനകി ജാനകി ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് ലക്ഷ്മി വിളിക്കുകയാണ്. വെള്ളം ഇതാ എന്ന് പറഞ്ഞ് ആരതി വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. വെള്ളം കുടഞ്ഞപ്പോൾ ജാനകി കുറച്ചൊന്ന് കണ്ണു തുറന്നു. എങ്ങനെയാ അമ്മേ താഴെ വീണേ? അമ്മേ കണ്ണു തുറക്കമ്മേ, എന്തെങ്കിലും പറയാമ്മേ. അതേപോലെ തന്നെ മഹേന്ദ്രൻ സാറും പറയാണ്. ജാനകി എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ വീണേ? എന്താ നിനക്ക് പറ്റിയത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജാനകി? ഹോസ്പിറ്റലിലേക്ക് പോകണോ? ജാനകി നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ, നീ എങ്ങനെയാ വീണത്? അപ്പം മഹേന്ദ്ര സാർ പറയാണ്. ജാനകി നീ എന്നെ നോക്ക് ജാനകി. ജാനകി ഒന്ന് നോക്ക് ജാനകി എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാർ അടുത്തോട്ട് പോയിട്ട് പറയാണ്. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ മഹേന്ദ്രൻ സാറിൻ്റെ കൈ തട്ടി മാറ്റുകയാണ്. എണീറ്റ് പറയാണ്, അഭിനയിക്കണ്ട. അപ്പോൾ ആരതി, അയ്യോ അമ്മേ, ഏട്ടൻ എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇനി ഒരിക്കലും ഈ നാടകം ഞാൻ വിശ്വസിക്കില്ല. അയ്യോ എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ മേൽ പഴി ചുമത്തി. അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയില്ലേ? എന്നിട്ട് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നു. ഇത് കേട്ട് മഹേന്ദ്രൻ സാർ വല്ലാതായി. അയ്യോ ജാനകി, എൻ്റെ ഭർത്താവിനെ എപ്പോഴാണോ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയത് ആ നിമിഷം തന്നെ ഞാനും ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതായിരുന്നു. പക്ഷേ പോകാൻ കഴിയാത്ത വിധത്തിൽ സ്വാധീനമില്ലാത്തവളായി ആ ഭഗവാൻ എന്നെ സൃഷ്ടിച്ചു. കാലാകാലം നിങ്ങളുടെ മുമ്പിൽ ആഹാരത്തിന് കൈനീട്ടി ജീവിക്കാനാണ് എൻ്റെ യോഗം. ഇതൊക്കെ കേട്ട് ആരതി പറയാണ്. അമ്മേ. മഹേന്ദ്ര സാറിനാണെങ്കിലോ നല്ല വിഷമം തോന്നി. എന്നിട്ട് പറയാണ്, ജാനകി എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ അനിയത്തിയാണ്, നീ എന്തിനാ കൈനീട്ടി നിൽക്കുന്നത്? എനിക്ക് എന്ത് അവകാശമായി വീട്ടിലില്ലാത്തത്? എനിക്കിവിടെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഏട്ടാ അവകാശമുണ്ട് എന്ന് പറയും. പക്ഷേ ഇതുവരെയും ഞങ്ങൾക്ക് വേണ്ടി എന്താ ഏട്ടൻ ചെയ്തത്? ഈ വീട്ടിലെ ജോലിക്കാരെ പോലെയല്ലേ എന്നോടും എൻ്റെ ഭർത്താവിനോടും ഏട്ടൻ പെരുമാറുന്നത്? അയ്യോ അല്ല, നീ അങ്ങനെയൊന്നും ചിന്തിക്കല ജാനകി. എൻ്റെ ഭർത്താവിനെ ഈ വീട്ടിലെ മരുമകനായി അംഗീകരിച്ചെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നോ? എന്നെ വിവാഹം കഴിച്ചതല്ലാതെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഇങ്ങനെ ശിക്ഷിച്ചു കളഞ്ഞല്ലോ. അപ്പോൾ ലക്ഷ്മി പറയാണ്, എന്തിനാ ജാനകി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ ചേട്ടൻ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. നിന്റെ ഭർത്താവ് ഉറപ്പായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടാവും ജാനകി. ഒന്ന് നിർത്ത് ചേച്ചി. എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തെ കുറ്റം പറയാൻ നിങ്ങൾക്കാർക്കും ഒരു യോഗ്യതയും ഇല്ല. ആരതി എന്നെ റൂമിലേക്ക് കൊണ്ടുപോകും. ആരതി വീൽചെയർ കൊണ്ടുവന്ന് അതിൽ കയറ്റിയിരുത്തി. എന്നിട്ട് അവർ പറയാണ്, ജാനകി പറയാണ്, എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവ് ആ പണം എടുത്തിട്ടില്ല. എൻ്റെ ഭർത്താവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതിന് ഒരു ദിവസം നിങ്ങളെല്ലാവരും ദുഃഖിക്കും. ആരതി വിഷമത്തോടെ വിളിക്കുകയാണ്, അമ്മേ എന്തായി പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ജാനകി പറയാണ്, ആരതി എന്നെ കൊണ്ട് ആക്ക്. അത് കണ്ട് ലക്ഷ്മിയും മഹേന്ദ്ര സാറും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ. ആരതിയുടെ സംസാരം കേട്ടിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നത് ജാനകി മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാനിങ്ങനെ ആയതിന് ആരാ ചേട്ടാ കാരണം? അപ്പോൾ മഹേന്ദ്രൻ സാറും വിഷമത്തോടെ പറയാണ്, ജാനകി ഇങ്ങനെ ആയതിന് ഞാനാണ് കാരണം. എന്നെ ഈ അവസ്ഥയിലാക്കിയില്ലേ, അതിന് എന്താ ചേട്ടൻ ചെയ്യാൻ പോകുന്നേ? പറയൂ ജാനകി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും നാൾ ചേട്ടൻ സമ്പാദിച്ച സ്വത്തിൽ നിന്നും നേർപകുതി എനിക്ക് വേണം. അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും ഒരുപോലെ പരസ്പരം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.